വിശദമായ വാർത്തകളിലേക്ക് കടക്കുമ്പോൾ സിപിഐഎം കോട്ടയം ജില്ലാ സെക്രട്ടറി എ.വി. റസൽ അന്തരിച്ചു. അന്ത്യം അർബുദബാധയെ തുടർന്ന് ചെന്നൈയിൽ അപ്പോളോ ആശുപത്രിയിൽ 7 വർഷമായി കോട്ടയം ജില്ലാ സെക്രട്ടറിയായിരുന്നു. വാർത്തയുടെ വിശദാംശങ്ങളുമായി കെ.സി. ഉണ്ണികൃഷ്ണൻ ചേരുന്നു. ഉണ്ണി, വിഷമകരമായ ഒരു വാർത്തയിലേക്ക് തന്നെയാണ് നമ്മൾ ആദ്യം കടക്കുന്നത്. ചികിത്സയിൽ ഇരിക്കെയാണ് അദ്ദേഹത്തിന്റെ വിയോഗം. എ.വി. റസൽ അന്തരിച്ചു എന്നുള്ള വാർത്ത വരുന്നത്. എപ്പോഴായിരുന്നു അന്ത്യം? അദ്ദേഹത്തെ എങ്ങനെയാണ് ഓർത്തെടുക്കുക? അല്പസമയം മുമ്പാണ് അദ്ദേഹത്തിൻ്റെ മരണം സംഭവിക്കുന്നത്. അദ്ദേഹം ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായി അർബുദബാധിതനായി ചികിത്സയിലായിരുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹത്തെ വീണ്ടും കോട്ടയം ജില്ലാ സെക്രട്ടറി CPIM കോട്ടയം ജില്ലാ സെക്രട്ടറിയായി തിരഞ്ഞെടുത്തത്. അതിനുശേഷം അദ്ദേഹത്തെ ചില ശസ്ത്രക്രിയകൾക്കായി അപ്പോളോ ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്നു. ആ ശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയായിരുന്നു. എന്നിട്ട് ആശുപത്രിയിൽ നിന്ന് അദ്ദേഹം ഡിസ്ചാർജ് ആകാൻ നിൽക്കുന്ന സമയത്ത് തന്നെയാണ് വേഗം ഈ രീതിയിലൊരു സംഭവം ഉണ്ടാകുന്നത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ വിയോഗം വലിയ രീതിയിൽ തന്നെ പാർട്ടിക്ക് കനത്ത നഷ്ടമെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കോട്ടയം ജില്ലയിൽ പാർട്ടിയെ സംബന്ധിച്ച് CPIM-നെ സംബന്ധിച്ച് വളരെ പാർട്ടിയുടെ വളർച്ചയിൽ വളരെ നിർണായകമായി പങ്കുവഹിച്ച ഒരു നേതാവ് തന്നെയാണ് എ.വി. റസൽ എന്ന് പറയുന്നത്. കൂടാതെ അദ്ദേഹത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ പാർട്ടിയുടെ മുന്നണി സംവിധാനത്തിനെ അടക്കം ഒറ്റക്കെട്ടായി കൊണ്ടുപോകുന്നതിലെല്ലാം തന്നെ നിർണായക പങ്കുവഹിച്ച നേതാവായിരുന്നു അദ്ദേഹം. എന്തായാലും ഈ കഴിഞ്ഞ പാമ്പാടിയിൽ നടന്ന ജനുവരിയിൽ പാമ്പാടിയിൽ നടന്ന ജില്ലാ സമ്മേളനത്തിൽ അദ്ദേഹത്തെ വീണ്ടും അവിടെ ജില്ലാ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കുന്ന സാഹചര്യം ഉണ്ടായി. കൂടാതെ യുവജന പ്രസ്ഥാനങ്ങളിലടക്കം അദ്ദേഹം പാർട്ടി പ്രവർത്തനം നയിച്ചു വന്നത് യുവജന പ്രസ്ഥാനങ്ങളിലടക്കം പ്രവർത്തിച്ചുകൊണ്ടാണ് ഈ CPIM-ന്റെ ജില്ലാ സെക്രട്ടറി പദവിയിലേക്ക് തന്നെ എത്തിയത്. സംഘടനാ പ്രവർത്തനം പാരമ്പര്യം അടക്കമുള്ള ഒരു നേതാവ് തന്നെയാണ് എ.വി. റസൽ എന്ന് പറയുന്നത്. VN വാസവൻ മന്ത്രിയായി എത്തിയ ശേഷം അദ്ദേഹത്തിന് പിന്മുറക്കാരനായാണ് എ.വി. റസൽ അവിടെ ജില്ലാ സെക്രട്ടറി പദവിയിലേക്ക് വരുന്നത്. ചങ്ങനാശ്ശേരി സ്വദേശിയാണ് അദ്ദേഹം. തെങ്ങണയിലാണ് അദ്ദേഹം താമസിക്കുന്നത്. എന്തായാലും കോട്ടയം ജില്ലയെ സംബന്ധിച്ച് CPIM-ന്റെ വളർച്ചയിൽ അതോടൊപ്പം തന്നെ അവിടെ LDF-നെ മുന്നോട്ട് നയിക്കുന്നതിലെല്ലാം തന്നെ വളരെ നിർണായകമായ പങ്കുവഹിച്ച നേതാവ് തന്നെയാണ് എ.വി. റസൽ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് കേരള കോൺഗ്രസ് മുന്നണിയിലേക്ക് വരുന്നതും അതോടൊപ്പം തന്നെ ഒറ്റക്കെട്ടായി തന്നെ എല്ലാ കക്ഷികളെയും കൊണ്ടുപോകുന്നതിലെല്ലാം തന്നെ നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു നേതാവ് തന്നെയായിരുന്നു എ.വി. റസൽ എന്ന് പറയുന്നു. കൂടാതെ അദ്ദേഹത്തെ സംബന്ധിച്ച് ഒരു കർക്കശമായ നിലപാടുണ്ടെങ്കിൽ പോലും എല്ലായ്പ്പോഴും സൗമ്യതയോടെ തന്നെ സംസാരിച്ചിരുന്ന അല്ലെങ്കിൽ ആ രീതിയിൽ തന്നെ പെരുമാറിയിരുന്ന ഒരു നേതാവെന്ന് തന്നെ പറയുന്നു. എല്ലാ പാർട്ടിയിൽപ്പെട്ട ആൾക്കാർക്കും ഒരുപോലെ തന്നെ സ്വീകാര്യനായിരുന്ന ഒരു നേതാവ് കൂടിയാണ് എ.വി. റസൽ എന്ന് പറയുന്നത്. എന്തായാലും അദ്ദേഹത്തിന് ചില ശസ്ത്രക്രിയകൾക്കെല്ലാം തന്നെ വേണ്ടി അപ്പോളോ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായിരുന്നു. അതിന് പിന്നാലെ അദ്ദേഹത്തിൻ്റെ ആ ശസ്ത്രക്രിയകളെല്ലാം തന്നെ വിജയകരമായി കഴിഞ്ഞ് അദ്ദേഹം ആശുപത്രിയിൽ വിടാൻ ഇരുന്ന സമയത്താണ് ഈ സങ്കടകരമായ അദ്ദേഹത്തിൻ്റെ മരണം വളരെ വേഗം സംഭവിക്കുന്നത്. എന്തായാലും നിലവിൽ അദ്ദേഹത്തിൻ്റെ മൃതദേഹം ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. എന്തായാലും മറ്റു നടപടികളെല്ലാം തന്നെ വരും മണിക്കൂറുകൾ മാത്രമാണ് നമുക്കറിയാൻ കഴിയുക. എന്താ ഉണ്ണി, നമ്മൾ എടുത്തു പറയേണ്ടത് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലടക്കം തന്നെ സജീവമായിരുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്. അതോടൊപ്പം തന്നെ ഈ കർഷക തൊഴിലാളികളുടെ ഇടയിൽ നിന്ന് പ്രവർത്തിച്ച് അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ കാഴ്ചവെച്ച് രാഷ്ട്രീയത്തിൽ അത്യന്തം തിളങ്ങി നിന്ന ഒരു മുഖം തന്നെയായിരുന്നു എ.വി. റസൽ എന്ന് പറയുന്നത്. അദ്ദേഹം ഒരുപക്ഷെ ഈ ശസ്ത്രക്രിയയുടെ കാര്യമടക്കം ഉണ്ണി നേരത്തെ സൂചിപ്പിച്ചിരുന്നു. ഇത്തരത്തിൽ ഈ ഒരു ശസ്ത്രക്രിയ അടക്കം വിജയിച്ചിരുന്നു. എന്നിട്ടും തിരിച്ച് ഒരു രാഷ്ട്രീയത്തിലേക്ക് തിരികെ എത്തുന്ന ഒരു വേളയിലാണ് ഇത്തരത്തിൽ ഒരു അന്ത്യം സ്ഥിരീകരിച്ചിരിക്കുന്നത്, അല്ലേ? തീർച്ചയായും അദ്ദേഹത്തിന് ഏറെ നാളുകളായി അർബുദബാധിതനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഈ സംഘടനാ രംഗത്ത് വളരെ ശക്തമായി നിന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അതിന് പിന്നാലെ അദ്ദേഹത്തെ വീണ്ടും അവിടെ ജില്ലാ സെക്രട്ടറിയെ തിരഞ്ഞെടുക്കുന്നു. ആ ജില്ലാ സമ്മേളനം കഴിഞ്ഞ ശേഷമാണ് അദ്ദേഹം ആശുപത്രിയിലേക്ക് ഈ ശസ്ത്രക്രിയയ്ക്കായി പോകുന്നത്. ആ ശസ്ത്രക്രിയകളെല്ലാം തന്നെ വിജയകരമായി തന്നെ പൂർത്തിയാകുന്ന ഒരു ഘട്ടത്തിൽ അദ്ദേഹം ആശുപത്രി വിടാൻ നിൽക്കുന്നൊരു സാഹചര്യത്തിലാണ് ഈ രീതിയിൽ അപ്രതീക്ഷിതമായി അദ്ദേഹത്തിന് മരണം സംഭവിക്കുന്നത്. എന്തായാലും ഒരു വളരെ വിഷമകരമായ ഒരു കാര്യം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ശസ്ത്രക്രിയകളെല്ലാം തന്നെ വിജയകരമായി പൂർത്തിയായിരുന്നു. അതിന് പിന്നാലെയാണ് ഈ രീതിയിലൊരു സംഭവം അല്ലെങ്കിൽ മരണം സംഭവിച്ചതെന്ന് തന്നെയാണ് ഏറ്റവും വിഷമകരമായി പറയേണ്ട ഒരു കാര്യം. എന്തായാലും സമീപകാല തെരഞ്ഞെടുപ്പിലെല്ലാം തന്നെ പാർട്ടിയുടെ വളർച്ചയിൽ അവിടെ കോട്ടയം ജില്ലയിൽ CPIM-ന്റെ വളർച്ചയിൽ അല്ലെങ്കിൽ ആ സംഘടനാ തലത്തിലെല്ലാം തന്നെ നിർണായകമായി പങ്കുവഹിച്ചൊരു നേതാവ് തന്നെയാണ് എ.വി. റസൽ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കേരള കോൺഗ്രസിൻ്റെ മുന്നണിയിലേക്ക് LDF-ലേക്കുള്ള വരവ് അതിനെല്ലാം തന്നെ നിർണായകമായ പങ്കുവഹിച്ചൊരു നേതാവെന്ന് പറയേണ്ടിയിരിക്കുന്നു. കൂടാതെ
അദ്ദേഹത്തിൻ്റെ ഇടപെടലെല്ലാം തന്നെ കക്ഷികളെല്ലാം തന്നെ ചേർത്ത് നിർത്തിക്കൊണ്ട് പോകേണ്ട ഒരു സാഹചര്യമാണ്. ഈ CPM-ഉം അതോടൊപ്പം തന്നെ കേരള കോൺഗ്രസ് അടക്കമുള്ള ചില വിഷയങ്ങളെല്ലാം തന്നെ പാലയിൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അവിടെ എല്ലാം തന്നെ നിർണായകമായ തീരുമാനങ്ങളെടുത്ത് രണ്ട് പാർട്ടികളെയും വലിയ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനെല്ലാം അദ്ദേഹം നയിച്ചുവെന്നും കൂടി പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും 7 വർഷക്കാലമായി അദ്ദേഹം CPIM-ൻ്റെ ജില്ലാ സെക്രട്ടറിയായി തുടരുകയായിരുന്നു. ഈ ടൈമിലാണ് വീണ്ടും അദ്ദേഹത്തെ ജില്ലാ സെക്രട്ടറിയായി തിരഞ്ഞെടുത്തത്. എന്തായാലും AV റസലിൻ്റെ വിയോഗം കോട്ടയത്തെ CPIM-നെ സംബന്ധിച്ച് അതോടൊപ്പം തന്നെ പാർട്ടി പ്രവർത്തകർക്കും വലിയ വിയോഗം തന്നെയാണ്, അല്ലെങ്കിൽ വലിയ വിഷമം തന്നെയാണ്. വൃന്ദ, ഉണ്ണി, അദ്ദേഹത്തെ തിരിച്ച് നാട്ടിലേക്ക് എത്തിക്കാനുള്ള നടപടികളോ അതേ തുടർന്ന് ഏതെങ്കിലും വാർത്തകൾ, വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? വൃന്ദ, നമുക്ക് അക്കാര്യങ്ങളിലെല്ലാം തന്നെ വിവരങ്ങൾ വരും മണിക്കൂർ മാത്രമാകും ലഭിക്കുക. എന്തായാലും നിലവിൽ അദ്ദേഹത്തിൻ്റെ മൃതദേഹം അപ്പോൾ ആശുപത്രിയിൽ തന്നെ സൂക്ഷിച്ചിരിക്കുകയാണ്. എന്തായാലും മറ്റ് നടപടിക്രമങ്ങളെല്ലാം തന്നെ നമുക്ക് വരും മണിക്കൂറിൽ അറിയാമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ വിയോഗം വലിയൊരു നഷ്ടം തന്നെയെന്ന് പറയേണ്ടിയിരിക്കുന്നു. തീർച്ചയായും ശസ്ത്രക്രിയയെല്ലാം കഴിഞ്ഞ് തിരിച്ച് രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചെത്തുന്ന ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹത്തിൻ്റെ AV റസലിൻ്റെ അന്ത്യം സ്ഥിരീകരിച്ചിരിക്കുന്നത്. കർക്കശക്കാരനായിട്ടുള്ള ഒരു നേതാവായിരുന്നെങ്കിലും കോട്ടയത്തിൻ്റെ രാഷ്ട്രീയ രംഗത്തെ ഒരു സൗമ്യ മുഖം തന്നെയാണ് ഇപ്പോൾ പിൻവാങ്ങിയിരിക്കുന്നത്. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു KC ഉണ്ണികൃഷ്ണൻ. വിദ്വേഷ പരാമർശത്തിൽ BJP നേതാവ് PC ജോർജിന് മുൻകൂർ ജാമ്യമില്ല. ജോർജിന്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. ജോർജ് പരാമർശങ്ങൾ ആവർത്തിക്കുന്നുണ്ട്